Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും കാണുന്നില്ല, റൈറ്റ്? പ്രോപ്പർലി മാർക്കറ്റിൽ ശരിക്കും ഒന്നും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ലോസ് ആയിരിക്കുള്ളൂ മോസ്റ്റ്ലി. 2 ദിവസമായിട്ട് മാർക്കറ്റ് അത്രയ്ക്ക് മോശമാണ്, ഭയങ്കര സൈഡ് വേസ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡ് വേസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനാണെങ്കിൽ ശരിക്കും സ്കാൽപ്പ് മാത്രം ചെയ്യാവുള്ളൂ, ഓർ സെല്ലേഴ്സ് മാർക്കറ്റ് ആയിരിക്കും എന്ന് പറയാം. സെല്ലേഴ്സ് മാർക്കറ്റ്. സോ നമ്മുടെ സെല്ലേഴ്സ് ആണെങ്കിൽ മാത്രമേ ആക്റ്റീവ് ആവുക, അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്തിട്ട് ചെറിയൊരു 5-10 പോയിന്റ് മാത്രം 5-10 പോയിന്റ്സ് മാത്രം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാറേണ്ടതാണ്. അത്ര മാത്രമേ നമുക്ക് ശരിക്കും പോയിന്റ്സ് കിട്ടുള്ളൂ ഇൻ സ്കാൽപ്പിംഗ്. അതും ഡീപ്പ് ഇൻ ദ മണി. അറ്റ് ദ മണിയിൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഔട്ട് ഓഫ് OTM എടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. OTMിലേക്ക് ഒന്നും നോക്കിയേ വേണ്ട. ആൻഡ് ദെൻ ഡീപ്പ് ഇൻ ദ മണി. ദാറ്റ് മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 25,140 സംതിങ് ആണല്ലോ ഇപ്പോൾ സ്പോട്ട്. സോ 25,000 എടുക്കാം, 24,900 എടുക്കാം. 25,000 വെരി ഗുഡ് ആണ്. 24,000 ആൻഡ് 24,900 ആൻഡ് 24,800 നല്ല ഒരു നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ആയിരിക്കും ഫോർ സ്കാൽപ്പിംഗ്. കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ടാണ് ശരിക്കും കോസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ആലോചിച്ച് നോക്കുക, നോർമലി ജസ്റ്റ് പ്രോപ്പർലി നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കൂടുതൽ നമ്മൾ സിംഗിൾ ലോട്ട് എടുക്കുമ്പോൾ ഐ തിങ്ക് 8 to 10,000 ഒരു കോസ്റ്റ് വരും. സോ ആ കോസ്റ്റിൽ നോർമലി ആരും എടുക്കുന്നില്ല, മനസ്സിലായോ? എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ദാറ്റ് മീൻസ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങനെ എടുക്കുകയുള്ളൂ ആ സിംഗിൾ ലോട്ട്. OTM അതാണ് OTM മെൽട്ട് ആവുന്നത്. ഓക്കെ, OTM എന്തിന് മെൽട്ട് ആവുന്നത്? OTM ചീപ്പ് റേറ്റ് ആണ്, 4,000 5,000. ആൻഡ് ഓർ ഇൻ ദ മണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5,000 6,000 8,000 ആ ഒരു റേഞ്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ എല്ലാവരും കൂടി അതിൽ കയറി പിടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അത് മെൽട്ട് ആക്കും. ഡീപ്പ് ഇൻ ദ മണി കോസ്റ്റ് കൂടുതലായിരിക്കും. അത് അവർക്ക് മെൽട്ട് ആക്കാൻ പറ്റത്തില്ല. ആർക്ക്? ഓപ്പറേറ്റേഴ്സിന് അത് മെൽട്ട് ആക്കാൻ പറ്റില്ല. സോ മാക്സിമം ചാൻസസ് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? ഇൻ ദ മണി എടുക്കുക, ഡീപ്പ് ഇൻ ദ മണി എടുക്കുക. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് വേഗം നമ്മുടെ ഇന്നലെ എന്തായിരുന്നു? മാർക്കറ്റ് സ്റ്റിൽ പോസിറ്റീവാണ്, നെഗറ്റീവ് ഒന്നും കാണുന്നില്ല. നെഗറ്റീവ് സൈഡിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഓപ്പണിംഗ് നമ്മുടെ എന്തായി? നേരെ ഗ്യാപ്പ് അപ്പായ റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ, കണ്ടോ? ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത റെസിസ്റ്റൻസ് ആയിരുന്നു 25,200 റെസിസ്റ്റൻസ് ആയിരുന്നു. എക്സാക്ട്ലി പ്രോപ്പർ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു? ഓപ്പൺ ഈസിക്വൽ ടു ഹൈ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കണം, മസ്റ്റാണ്. ഓപ്പൺ ഈസിക്വൽ ടു ഹൈ ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് ക്രോസ് ചെയ്യുന്ന വരെ മാർക്കറ്റ് ആ ഒരു ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ബുള്ളിഷ് അല്ല. ദാറ്റ് മീൻസ് അവിടെ ഹെവി സെല്ലേഴ്സ് കയറിയിരിക്കുന്നതാണ്, കണ്ട? മീൻസ് കിട്ടിയ പ്രൈസിന് അവർ സെല്ല് ചെയ്തിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. സോ ശ്രദ്ധിച്ച് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ മോസ്റ്റ്ലി മോർണിംഗ് തന്നെ ഓപ്പൺ ഈസിക്വൽ ടു ഹൈ ആണെങ്കിൽ. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു? നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിൽ ഡിപ്പാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മോർണിംഗ് തന്നെ എന്തായി? പ്രൈസ് ഉണ്ടോ? മോർണിംഗ് തന്നെ പ്രൈസ് എന്തായി? ഗ്യാപ്പ് അപ്പ് ആക്കി വരും, ബട്ട് സഡൻ ഷാർപ്പ് സെൽ ഓഫ് വന്നു. ആൻഡ് നമ്മുടെ ആ ഏരിയയിൽ തന്നെ ഗ്യാപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഗ്യാപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ആ ഗ്യാപ്പ് സപ്പോർട്ടായിരുന്നു. എക്സാക്ട് അവിടെ നിന്ന് വന്നു ആൻഡ് ബൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കിട്ടിയില്ല, ഒന്നും നോക്കിയേ വേണ്ട. വളരെ മോശമായിരുന്നു മാർക്കറ്റ്, ഒത്തിരി മോശമായിരുന്നു. ആർക്കും ഒന്നും കിട്ടില്ല, എനിക്കും ഈവൻ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വെച്ചാൽ ജെന്വിൻ പറയുക, മാർക്കറ്റിൽ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ജെന്വിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി ന്യൂ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അവർക്കും വിഷമം ഉണ്ടാവുമല്ലോ. അയ്യോ, അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഉള്ള കാര്യം പറയുന്നത് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എനിവേ, നമുക്ക് വേഗം നമ്മുടെ അനാലിസിസ് കിടക്കാം. അനാലിസിസ് ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് തന്നെയാണ്. തേർഡ് വേവ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തേർഡ് വേവ് ആണ്. 1 2 3 തേർഡാണ് കൗണ്ട് ചെയ്യുന്നതാണ്. ഈ ലെവലൊക്കെ ഡിലീറ്റ് ചെയ്യും, ഒത്തിരി ലെവൽസായി കിടക്കുന്നത് ഇപ്പോൾ. ഫാർ ലെവൽസ് ഓക്കെ, ഇതൊക്കെ ഇരിക്കട്ടെ. തേർഡ് വേവിൻ്റെ ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചാൽ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഞാൻ ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു. 1 2 ആൻഡ് ഇത്. സോ നോക്കുവാണെങ്കിൽ എന്തായി? 127% നമ്മുടെ പ്രോപ്പർലി ഹിറ്റ് ചെയ്തു. കണ്ടോ? 127.20% എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് വേവിൻ്റെ നോർമൽ ടാർഗറ്റാണ്. നോർമൽ മീൻസ് ആവറേജ് 141.40% ആൻഡ് 161.0% ഒക്കെ പോകാറുണ്ട്. സോ ഇപ്പോൾ നോർമൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്.
ഓക്കെ. സോ നോർമൽ ടാർഗറ്റ് അടിച്ചു. സോ കൺഫ്യൂസ് ആവേണ്ട. ഇനി ഈവൻ ഇവിടുന്ന് ഷാർപ്പ് ഫോൾ വരുവാണെങ്കിൽ അത് ഫോർത്ത് വേവിൻ്റെ ഫോൾ ആയിരിക്കുള്ളൂ. ഫോർത്ത് വേവിൻ്റെ ഫോൾ ആകും. അത് പിന്നെ ദെൻ വീണ്ടും സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലേക്ക് തന്നെ കയറേണ്ടതാണ്. മോസ്റ്റ്ലി അങ്ങനെയാണ് ചാൻസസ്. നമുക്ക് ഇനി നോക്കാം. ഇപ്പോൾ സ്റ്റിൽ ബുള്ളിഷാണ്, വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ഫോർത്ത് വേവിൻ്റെ ഫോൾ എപ്പോഴാണ് വരിക ഇനി നെക്സ്റ്റ് നമുക്ക്. സോ ഇന്നത്തെ ഈ ഡേ ലോ, ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി സെൻറ്റർ ഇന്നത്തെ ഡേ ലോ സപ്പോർട്ടാണ്. നാളത്തേക്ക് വീണ്ടും ആൻഡ് ദെൻ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. പിന്നെ 25,000 നമ്പർ അത് നോക്കാം നമുക്ക്. ഓക്കെ, ബാക്കി സ്ട്രക്ചർ ഒന്നുമില്ല. സോ ബുള്ളിഷ് ആവുന്നത് 25,200. ഇത് നല്ലൊരു റേഞ്ചായി. ഇത്ര വലിയൊരു റേഞ്ച് കിട്ടിയേക്കാനാണ് കേട്ടോ. ഇതൊരു വലിയ റേഞ്ചാണ്, നമുക്ക് ഹ്യൂജ് റേഞ്ചാണ്. 200 to 25,000. ഇന്നത്തെ ലോ 55 അതോടെ വരെ ഫുള്ളൊരു ഹ്യൂജ് റേഞ്ചാണ്. അതിൻ്റെ അകത്ത് ഇന്ന് ഫുൾ ഡേ അത് തന്നെ ആയിരുന്നു. ഭയങ്കര മോശമായിരുന്നു മാർക്കറ്റ്, ഒന്നും നടത്തിയില്ല. പിന്നെ ഇനി ശരിക്കും സ്മോൾ ടൈം ഫ്രെയിമിൽ 1 minute ടൈം ഫ്രെയിമിൽ ആകെ ഞാൻ റീഡ് ചെയ്തതാണ്. ഞാൻ ഇതിനകത്ത് ട്രേഡ് ചെയ്യാറില്ല, ജസ്റ്റ് റീഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ. എങ്ങനെ ഞാനിത് റീഡ് ചെയ്തത്, മുകളിൽ റെസിസ്റ്റൻസ് ആണ്, ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആണല്ലോ, റൈറ്റ്. ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആകുമ്പോഴത്തേക്ക് എന്താ പ്രൈസ് മുകളിൽ നിന്ന് താഴേക്ക് വന്നു. താഴേക്ക് വരാനടുത്ത് എങ്ങനെ വരേണ്ടത്, ABC സ്ട്രക്ചറിലാണ് വരേണ്ടത്. പ്രൈസ് ഒക്കെ എങ്ങനെ വന്നു, 1 or A, B and C. കണ്ടോ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ആൻഡ് ദെൻ പിന്നെ ഇവിടുന്ന് ബൗൺസ് വരേണ്ടതാണ്. ബൗൺസ് വരണമല്ലോ. ഇവിടുന്ന് സപ്പോർട്ട് എടുത്തല്ലോ, നമ്മുടെ സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് എടുക്കുമ്പോൾ എങ്ങനെ കയറേണ്ടതാണ്, എലിയറ്റ് വേവിൻ്റെ വേവ്സ് എപ്പോഴും 5 മൂവ്സിൽ 1 minute ടൈം ഫ്രെയിമിൽ ഭയങ്കര ഷാർപ്പ് വേണം. ശരിക്കും ജസ്റ്റ് അത് ഫോർ ട്രാക്കിംഗ് ആണ്. ട്രേഡ് എടുക്കാൻ പാടില്ല. എടുക്കുവാണെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് മാത്രമേ ഇതിനകത്ത് ട്രേഡ് ചെയ്യാറുള്ളൂ 1 minute ടൈം ഫ്രെയിം. അതും ഭയങ്കര ഫാസ്റ്റ് സ്കാൽപ്പായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, അതാണ് ഞാൻ ഇത് ഷെയർ ചെയ്യണം. സോ ഇത് നമ്മുടെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് കയറേണ്ടതാണ്, 1 2 3 4 and 5 മൂവ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ എന്തായി, എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തു. എൻഡിങ് ഡയഗണൽ പാറ്റേൺ അത് റൂളാണ്. എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യണം, റൂളാണ്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ എലിയറ്റ് വേവിൻ്റെ വീഡിയോസ് ഫുള്ള് കാണണം എല്ലാവരും എലിയറ്റ് വേവിൻ്റെ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഫസ്റ്റ് പ്രൈസ് ഈ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കും, പിന്നെ ഫോൾ ചെയ്യുമ്പോഴത്തേക്ക് ABCയിൽ തന്നെ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പൊക്കാൻ തുടങ്ങും, പ്രൈസ് പൊക്കും. അതാണ് മസ്റ്റ് റൂളാണ് ഇത്. ABC സ്ട്രക്ചേഴ്സ് മാർക്കറ്റിൽ 1 2 3 4 5 അത് എലിയറ്റ് വേവ് ആണ്. അതെല്ലാവരും പഠിച്ചു പോകും ഈസിലി. ബട്ട് ABC സ്ട്രക്ചർ ഭയങ്കര ടഫാണ്. അത് മാർക്കറ്റിൽ കൂടുതലുണ്ടാകും. മാർക്കറ്റിൽ മോസ്റ്റ്ലി എല്ലാ ടൈം ഫ്രെയിം 1 minute 5 minutes 15 minutes ടൈം ഫ്രെയിം ABC സ്ട്രക്ചർ ആയിരിക്കും. ഞാനിപ്പോൾ ABC സ്ട്രക്ചർ ഒരു കറക്ഷൻ ABC കറക്ഷനാണ് തന്നെ പറയണേ. അതിൻ്റെ ആകെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒത്തിരി പാർട്സ് ഉണ്ട്. ഈവൻ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ഞാനായാലും ആരായാലും അതിനകത്ത് കൺഫ്യൂസ്ഡ് ആകും. എന്ന് വെച്ചാൽ ABC സ്ട്രക്ചർ ഒത്തിരി പാർട്സ് ഉണ്ട്, ഒത്തിരി അതിൻ്റെ കറക്ഷൻസ് ഉണ്ട്. സോ ആദ്യം 1 2 3 4 5 വേവ് ആണ് ഇതിന് പറയുന്നത്. വേവ് പഠിക്കുക, പിന്നെ കറക്ഷൻസ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ക്ലിയാരിറ്റി കിട്ടും, എല്ലാ ടൈം ഫ്രെയിമിൽ ക്ലിയറിറ്റി കിട്ടും. ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ മസ്റ്റായിട്ട് ഇത് പഠിക്കുക കേട്ടോ. ഇത് ഡെയിലി ഫോം അവരുടെ പാറ്റേൺസ് ആണ്. ഡെയിലി ഫോം നമ്മുടെ ഇത് മീൻസ് മോസ്റ്റ്ലി ഫോം ആകും. നമുക്കത് ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആദ്യമേ ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നാളെ ട്രാക്ക് ചെയ്യാം. നോക്ക് ഇത് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് പ്രൈസ്. ഇവിടെ കണ്ടോ 1 2 3 4 and 5 മൂവ് കഴിഞ്ഞാൽ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ, ഇത് ഡയഗണൽ പാറ്റേൺ ആണ്, ലീഡിംഗ് ആണ്. ഇപ്പോൾ ഈ സമയത്ത് ഇത് ലീഡിംഗ് ആണ്. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈസ് താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോക്കാറാണ്. സോ ഈ ഒരു ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യും, ദെൻ പ്രൈസ് താഴേക്ക്, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ തുടങ്ങും, ദെൻ പ്രൈസ് താഴേക്ക് വരും. ABC സ്ട്രക്ചറിൽ പ്രൈസ് വരും. ABC സ്ട്രക്ചർ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടുന്ന് പ്രൈസ് 1 സോറി മറ്റേ നമുക്ക് വീണ്ടും ഞാൻ എലിയറ്റ് വേവ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടുന്ന് ബോട്ടം ഇവിടുന്ന് ഇത് 1 ഇത് 2 ഓക്കെ, ഇത് 3 ഇത് 4 and then 5 5 മൂവ്സ് കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, 5 മൂവ്സ് കംപ്ലീറ്റ് ആയി ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യണം, അത് മസ്റ്റാണ്. ഇത് ഫോം ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മൾ വരച്ച് വെക്കണം. ഇതിങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ ടൈം ഫ്രെയിമിൽ വരച്ച് വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ തരും. ഇവിടെ അവർ സിഗ്നൽ തരും. ഇവിടെ ഒരു ഇത് കണ്ടോ വീക്ക് ക്യാൻഡിൽസ് കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ വീക്ക് ക്യാൻഡിൽസ്, പിന്നെ ദെൻ റെഡ് ക്യാൻഡിൽ, മദർ റെഡ് ക്യാൻഡിൽ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി ക്ലോസിങ് കിട്ടി, റീടെസ്റ്റ് എടുത്ത് വീണ്ടും താഴേക്ക് വരും. ദാറ്റ് മീൻസ് എന്തായി, ബ്രേക്ക് ഡൗൺ ആയി, വീക്ക് സിഗ്നൽ നമുക്ക് കിട്ടി, വീക്ക് സൈൻ ആണ്. ഓക്കെ, ഡയഗണൽ പാറ്റേണിൻ്റെ
വീക്ക് സൈൻ ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ താഴേക്ക് പോകാൻ റെഡിയാണ്. ബട്ട് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കരുത്, ഇവിടെ ട്രേഡ് എടുക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ താഴെ വരുമ്പോൾ ABC ആയിട്ട് താഴേക്ക് വരുള്ളൂ. താഴേക്ക് വരുമ്പോൾ ABC ആയിട്ട് താഴെ. അത് ABC എങ്ങനെയാണ്? ഇത് A, ഇതാണ് B, ആൻഡ് ഇതാണ് C. ഇതെല്ലാം വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് പോവുകയാണെങ്കിൽ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ അവിടെ ലേണിംഗ് വീഡിയോസ് ഉണ്ട്. ലേണിംഗ് വീഡിയോസിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എല്ലാം ABC ആയിട്ട് വരും. ആൻഡ് ദെൻ അത് എത്ര വരും, അതിൻ്റെ റൂൾസ് ഒക്കെ എല്ലാ റൂൾസും ഉണ്ട്. മസ്റ്റാണ് എലിറ്റ് വേവിലെ റൂൾസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഫിബൊനാച്ചി എടുക്കുക, ഫിബൊനാച്ചി ഫ്രം ബോട്ടം ടു, ഇതൊക്കെ എല്ലാം ഞാൻ എങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത് അതൊക്കെ എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ ഇതാണ് റൂൾസാണ്. 61.80% or 81.20, 3 മൂവ്സിൽ താഴേക്ക് വരുള്ളൂ. ഇത് കണ്ടോ എത്ര മൂവ്സിലാണ് വന്നത്? 1 2 ഫുൾ 3. ഈ മൂവ്സ് ചിലപ്പോൾ ഈ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കൺഫ്യൂഷൻ വരും, അയ്യോ ഇത് എന്തൊക്കെ പറയണേ. പക്ഷേ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചാപ്റ്ററൊക്കെ തുടങ്ങിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു വീഡിയോസ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് എലിറ്റ് വേവിൻ്റെ. സോ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ അപ്കമിങ് ടൈമിൽ നിങ്ങൾക്ക് അത് ശരിക്കും ഒരു ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ഇൻഡെക്സിൽ മാത്രമല്ല, പിന്നെ പല പല സ്റ്റോക്സ് ഫോറിൻ മാർക്കറ്റിൽ എല്ലാ മാർക്കറ്റിലും ഇത് വർക്ക് ചെയ്യും. അത് നന്നായിട്ട് നമ്മൾ പഠിക്കണം. ഒത്തിരി സമയം എടുക്കും. എൻ്റെ ഈ ചാനൽ മാത്രം പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചു. പക്ഷേ എലിറ്റ് വേവ് മസ്റ്റാണ്, പഠിക്കണം. പഠിച്ചാലേ നമുക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാവുള്ളൂ. സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം നോക്കിയിട്ട് അത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് എലിറ്റ് വേവ് ആണ്, അത് വിചാരിച്ചോ. ഓക്കെ, സോ അങ്ങനെയാണ്. ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ ഇപ്പോൾ തരുന്നില്ല. സോ ഇത് കണ്ട ABC ആൻഡ് ദെൻ പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ആയി. ഈ 61.80% ഓർ 3 മൂവ് ആയി കഴിഞ്ഞാൽ പ്രൈസ് പിന്നെ ബൗൺസ് ഇവിടെ ലെവൽസ് റെസ്പെക്ട് ചെയ്യുന്ന ഇവിടുന്ന് ഇവർ പ്രൈസ് പൊക്കും. എക്സാക്ട്ലി ഇവർ പൊക്കണം. 3 മൂവ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ പൊക്കും. പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഉണ്ടാകും. ഇത് ഫോം ചെയ്യും. അത് ചെയ്യണം. അങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ, ഇത് 0 to B ട്രെൻഡ് ലൈൻ ആണ് പറയാറുള്ളൂ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ബൗൺസ് ആയി. ഓക്കെ, ഇത് ഞാൻ ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ലൈവായിട്ട് ഇതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ആളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പ്രൈസ് ഇവിടുന്ന് ഫോൾ ചെയ്യാൻ പോവുക, ABC സ്ക്രീൻ ഫോൾ ചെയ്യും. ആൻഡ് ദെൻ പിന്നെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തരും. ബ്രേക്ക് ഔട്ട് വെച്ച് പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് സ്ട്രക്ചർ. 1 minute ടൈം ഫ്രെയിം ഇതിൽ ഞാനും ട്രേഡ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ സ്കാൽ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്ര വലിയ ഹ്യൂജ് ട്രേഡ് നമ്മളില്ല, മനസ്സിലായോ? അത് ശ്രദ്ധിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുക 1 minute ടൈം ഫ്രെയിമിൽ, 5 minutes ടൈം ഫ്രെയിമിൽ പ്രാക്ടീസ് ചെയ്യുക. 15 minutes വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. അപ്കമിങ് ടൈമിൽ ട്രേഡ് എടുത്താൽ മതി. ഇപ്പം ട്രേഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാക്ടീസാണ് മസ്റ്റ്. 1 minute ടൈം ഫ്രെയിം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ. ആൻഡ് ദെൻ പ്രൈസ് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലേക്ക് പോയി. ആൻഡ് ദെൻ വീണ്ടും ഫോൾ ആയി എന്ന് വെച്ചാൽ അത് വീണ്ടും അത് കൺഫ്യൂസ് ആക്കിയവർ, അത്രേ ഉള്ളൂ. ഫുൾ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇനി ഇതാണ് ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ എടുക്കണുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഞാൻ ഒത്തിരി കൂടുതലായി എക്സ്പ്ലനേഷൻ. ക്ലോൺ എടുത്തിട്ട് നമ്മൾ താഴെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് BDS വെക്കുകയാണെങ്കിൽ സോ പ്രൈസ് ഇപ്പോൾ കാണുന്നുണ്ട് കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈ ക്ലോൺ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ, ക്ലോൺ കോപ്പി, ഇതൊക്കെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവും. സമയം പിടിക്കുക. ഇതൊക്കെ എല്ലാം ഞാൻ പഴയ ഓൾഡ് വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സംഭവമൊക്കെ ഉള്ളത് ഇതൊക്കെ മനസ്സിലാവും. ഇതാണ് മാർക്കറ്റിൽ ജെന്യുവൻ ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ക്രിയേറ്റ് ചെയ്യും, ദെൻ ചാൻസസ് ഉണ്ടാവും, പിന്നെ ഇവിടെ താഴെ കൂടി വരും. ഓക്കെ, സമയം എടുക്കും, കുഴപ്പമൊന്നുമില്ല. സമയം എടുത്തിട്ട് ട്രേഡ് ചെയ്താൽ മതി. എല്ലാവരും കൂടി സമയം ചെയ്തും പിന്നെ നമുക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചതാണ്. എന്താ വെച്ചാൽ മാർക്കറ്റിൽ എങ്ങനെയാണ് 1 minute ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ കഴിഞ്ഞു. 1 minute ടൈം ഫ്രെയിമിൽ സ്കാൽപ്പ് എങ്ങനെ ചെയ്യുക, അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയാം. കാരണം വെച്ചാൽ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് സ്കാൽപ്പ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 2 ദിവസമായിട്ട് ഇതായിരുന്നു മാർക്കറ്റിൽ. ഇനി മേജർ മൂവ് എങ്ങനെ 25,200 അബവ് ഓർ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു മൂവ് ഉണ്ടാവുള്ളൂ. വീക്ക്നെസ് ഇതുവരെ കാണുന്നില്ല. ഇൻ കേസ് താഴേക്ക് പ്രൈസ് നാളെ ഗ്യാപ് ഡൗൺ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, വീക്ക്നെസ് കാണുന്നില്ല, എന്തെങ്കിലും താഴേക്ക് വരുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ടാണ് സെർച്ച് ചെയ്യേണ്ടത്. 25,000 ബിലോ പ്രൈസ് പോകുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ വീക്ക്നെസ് തുടങ്ങും. അപ്പോൾ പിന്നെ താഴത്തെ ലെവൽസ് ഓരോരായിട്ട് ലെവൽസ് നമ്മുടെ ഒക്കെ തുടങ്ങും കേട്ടോ. 24,960 സ്മോൾ സപ്പോർട്ടാണ്. ഇത് കണ്ടോ, സ്മോൾ സപ്പോർട്ടാണ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് 25,900 ആൻഡ് 900 ബ്രേക്ക് ചെയ്തതിന് പിന്നെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ ഹയർ ദെൻ ബുളിഷ് തന്നെയാണ്. ഓക്കെ, സോ ബാക്കി ലെവൽസ്
ഇതിനകത്തൊന്നിൽ എന്തെങ്കിലും ലെവൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്യാറുണ്ട് യൂഷ്വലി നമ്മുടെ ഡെയിലി ലൈവ് മാർക്കറ്റിൽ. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കാണുവാണെങ്കിൽ എനിക്ക് ശരിക്കും എനിക്കത് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് വേറൊരു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് ശരിയാവേണ്ടതാണ്, സമയം എടുക്കുന്നുണ്ട്. അവരെന്ത് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണേ, ഗ്യാപ്പ് അപ്പ് ആക്കി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, വീക്ക്നെസ് പുട്ട് എടുത്തിട്ട് ആരും ഇരിക്കണ്ട, അതെനിക്ക് പറയാനുള്ളതാണ്. അത് എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും. വീക്ക്നെസ് കാണുവാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇനി എന്തായാലും 3rd 4th കംപ്ലീറ്റ്, പിന്നെ 5th കിടക്കുകയാണ്. സോ സി എടുത്താലും കിട്ടത്തില്ല. സി എടുക്കുവാണെങ്കിൽ ഐ തിങ്ക് ഡീപ്പ് ഇൻ ദ മണിയിൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നോക്കിയിരിക്കുക. ഇപ്പോൾ ഈ സമയത്ത് മാർക്കറ്റിൽ ലേൺ ചെയ്യുക, അതാണ് മസ്റ്റ്. ഇതാണ് റെസിസ്റ്റൻസ് നമ്മുടെ. ഓക്കെ, റെസിസ്റ്റൻസ് ഇതാണ്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഫുൾ മുകളിലേക്ക് പോയിട്ട് ABC സ്ട്രക്ചറിലാണ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത്. ഓക്കെ, ABC സ്ട്രക്ചർ എന്ത് പറയാന്ന് ഇതിനകത്തൊക്കെ ആ ഗ്യാപ്പിൽ തന്നെയാണ് ഇത്. കണ്ടോ, ഇതും ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാക്ട്ലി ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കണ്ടോ. സോ നാളെ ഈ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് ഇതിനകത്ത് കിട്ടും. കണ്ടോ, ഈ ഗ്യാപ്പ് എക്സാക്ട്ലി പ്രോപ്പർലി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നാളെ ബുള്ളിഷാണ്. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ, ബുള്ളിഷ് ആവാനാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, നോക്കിയിട്ട് വേണം. ശരിക്കും ബുള്ളിഷ് ആവാനാണെങ്കിൽ, ശരിക്കും ജെന്യുവൻ ബുള്ളിഷ് 50,000 57,030 or 35 അബവ് പ്രൈസസിനാണ് മാത്രമേ എന്തെങ്കിലും അപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്കാൽപ്പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോപ്പർലി ഒന്നും കിട്ടത്തില്ല. ഓക്കെ, സോ 5 minutes ടൈം ഫ്രെയിമിൽ ഇതിനകത്ത് തന്നെ ഫുള്ള് ടോട്ടൽ കൺഫ്യൂഷൻ സ്ട്രക്ചറാണ്. ഇതിനകത്ത് ഒന്നും എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ പറയാം. ബട്ട് നമുക്ക് വെറുതെ ചുമ്മാ ഞാൻ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേയിലോ ഇത് തന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ ഡൗൺ സൈഡ്, സ്ലോ ഡൗൺ സൈഡ് നമുക്ക് താഴേക്ക് വരെ കിട്ടും. അത് ഇവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇവിടെ ഒരു ഹേർഡ് ടൈപ്പ് നമുക്ക് കിട്ടും 56,150 വരെ. ഓക്കെ, ഡൗൺ സൈഡ് കിട്ടുവാണെങ്കിൽ. ഓക്കെ, സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വേഗം സെൻസെക്സ് കിടക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അത് മസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, വ്യൂസ് വരുന്നുണ്ട്. ബട്ട് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലാണ്, നമ്മുടെ എല്ലാവരുടെ ചാനലാണ്. അത്ര ഗ്രോ ചെയ്യണം, നന്നായിട്ട് ഗ്രോ ചെയ്യണം. സോ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. കാരണം ബെൽ ഐക്കൺ നമ്മൾ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഡെയിലി 5, 6, 7 ആ ഒരു ടൈമിലാണ്, ഞാൻ 5 to 7 എന്ന് പറയാം. ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചില സമയത്ത് ഞാൻ ലേറ്റ് ആകും. കാരണം എന്ന് വെച്ചാൽ ഞാനും ബിസിയാണ്, എനിക്കും ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ ബിസി ആയിരിക്കും. ഫ്രീ ആകുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് എന്നാലും. ഓക്കെ, സോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക എല്ലാവരും കൂടി പ്ലീസ്, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇത് എലിയറ്റ് വേവ് തിയറി ഞാൻ നിങ്ങളുടെ കൂടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു തിയറിയാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യെസ് വർക്ക് ചെയ്യാറുണ്ട്. ബട്ട് ബെറ്റർ എപ്പോഴും നമ്മുടെ എലിയറ്റ് വേവ് തന്നെ ആയിരിക്കുള്ളൂ ഫോർ ലോങ് ടൈം. അത് എലിയറ്റ് വേവ് തിയറി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹൈ ഇതിൻ്റെ അബവ്, ഇതാണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിൻ്റെ അബവ് പോയാൽ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ. പിന്നെ സപ്പോർട്ട് ഇത് തന്നെയാണ്. ഗ്യാപ്പാണ് കണ്ട. ഇന്നും ഇത് തന്നെ എല്ലാം ഇൻഡെക്സിൽ കണ്ട ഗ്യാപ്പായിരുന്നു മെയിൻ. ഇന്നത്തെ ഗ്യാപ്പ് ഇതും ഇത് തന്നെ ഗ്യാപ്പ് ടച്ച് ചെയ്തു. ആൻഡ് ദെൻ അത് തേർഡ് വേവിൻ്റെ ഗ്യാപ്പിൻ്റെ പവർ അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം ഇപ്പോൾ എന്തായാലും ബൗൺസ് ചെയ്താൽ ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ ഉണ്ടാവും. ഇനി ഗ്യാപ്പ് ടച്ച് ചെയ്തു, ദാറ്റ് മീൻസ് അതിനകത്ത് ബൈഗേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ സഡൻ ഒരു പ്രൈസ് അവിടെ നിന്ന് ബൗൺസ് ചെയ്തു മുകളിൽ. ഇനി ഇതിൻ്റെ ബിലോ തന്നെ ഈ ഗ്യാപ്പിൻ്റെ ബിലോ പോകുകയാണെങ്കിൽ വീക്ക്നെസ് സ്റ്റാർട്ട് ആകും. ഫോർത്ത് വേവിൻ്റെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ റെഗുലർ സബ്സ്ക്രൈബേഴ്സ് ഫോർത്ത് വേവിൻ്റെ റൂൾസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ 3-3 കറക്ഷൻ. സോ നമുക്ക് അവിടെയും ഒന്നും കിട്ടത്തില്ല. ആസ് വി വെയർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആകെ എന്താ കിട്ടുന്നത് അവിടെ വെറും സ്കാൽപ്പിംഗ് മാത്രം. ഓക്കെ, അതാണ് ഫോർത്ത് വേവിൻ്റെ റൂൾ. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി കേട്ടോ. ഇനി ഇതിനകത്ത് എല്ലാ ലെവൽസ് ഇതിൻ്റെ ഇതുപോലെ തന്നെയാണ്. ഞാനൊന്നും ചേഞ്ചസ് ചെയ്യുന്നില്ല കേട്ടോ. റെസിസ്റ്റൻസ് ഇതായി ആൻഡ് സപ്പോർട്ട് ഇതായി. ഓക്കെ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചേഞ്ച്. ഇതിനകത്തൊന്നും മാറ്റമില്ല, ഒന്നും കാണുന്നില്ല എനിക്ക്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഫേക്ക് ബ്രേക്ക്ഔട്ട്, വീണ്ടും കൊളാപ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്ട്രക്ചർ റീഡ് ചെയ്യാൻ
ബുള്ളിഷ് ആണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ, അസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ ഇവിടുന്ന്, ഈ ഒരു ട്രെൻഡ് ലൈൻ, ഞാൻ ഇത് പറയുള്ളൂ, ഈ ട്രെൻഡ് ലൈൻ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ എന്നിട്ടേ എന്തെങ്കിലും ഒരു ബുള്ളിഷ്നെസ് ഇതിനകത്ത് കാണത്തുള്ളൂ. ഓർ വീക്ക്നെസ് ഇതിൻ്റെ ബില്ല് ആയിരിക്കും 13,280. യെസ്, ഇതിൻ്റെ ബില്ലാണ് ഒരു വീക്ക്നെസ് ഉണ്ടാവുള്ളൂ. ബട്ട് അതും ഹ്യൂജ് വീക്ക്നെസ് ഒന്നും ഇല്ല. ഓക്കെ, സപ്പോർട്ട് ഇത് തന്നെയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് താഴത്തെ സപ്പോർട്ട്സ് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഫോം ചെയ്യുന്നത് എക്സ്റ്റെൻഡിലാണ്. ഇത് എക്സ്റ്റെൻഡ് ആണ്, ഭയങ്കര എക്സ്റ്റെൻഡ്. 1 2 3 4 5 1 2 3 തേർഡ് ആണ് ഓൺ ഗോയിങ്. തേർഡ് എക്സ്റ്റെൻഡിലാണ്, ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ്. മേ ബി ഇവിടെ 333 കറക്ഷൻ അല്ലെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ഓക്കെ, സോ ഒത്തിരി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും. ട്രയാങ്കിൾ അല്ലെങ്കിൽ 333 കറക്ഷൻ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ചാൻസസ്, അത് റൂളാണ്. ഫോർത്ത് വേവിൻ്റെ ഫോൾ ആണെങ്കിൽ ഇത്. ബട്ട് അത് പിന്നെ കുറച്ചുകൂടി താഴേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് വരണം. ഫോർത്ത് വേവിൻ്റെ റൂൾസ് എല്ലാവർക്കും അറിയാലോ. 50% മിനിമം വരണം, ഓർ അല്ലെങ്കിൽ 333 കറക്ഷൻ ഓർ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യണം. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരാനാണെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് വരണം. ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ്നെസ് എന്തെങ്കിലും കിട്ടത്തുള്ളൂ നമുക്ക്. ഓക്കെ, സോ വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.